ഇപ്പോൾ ഗ്യാസുമായി ബന്ധപ്പെട്ടിട്ട് ഗ്യാസില്ലാത്ത കുടുംബങ്ങളില്ല, ഹോട്ടലുകളില്ല. ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകരാഷ്ട്രങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ എണ്ണക്കൊതിയന്മാരായിട്ടുള്ള അമേരിക്കൻ 7G രാജ്യങ്ങൾ, മുതലാളിത്ത രാജ്യങ്ങൾ, അവർക്ക് ഈ മൂന്നാംകിട രാഷ്ട്രങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന യുദ്ധങ്ങളാണിതെല്ലാം. വൻകിട രാഷ്ട്രങ്ങളുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സെക്കൻഡ്സ് ഉപകരണങ്ങൾ അടക്കം മൂന്നാംകിട രാഷ്ട്രങ്ങളിലേക്ക് വിറ്റഴിക്കപ്പെടുന്ന ഒരു വ്യവസായ തന്ത്രം പോലത്തെ യുദ്ധമാണത്. പാവപ്പെട്ട ജനങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ഓട്ടോ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗ്യാസുമായി ബന്ധപ്പെട്ടിട്ട് CNG ഓട്ടോറിക്ഷകൾ ഓട്ടം നിലയ്ക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ വരുമാന മാർഗം ഓട്ടോ തൊഴിലാളികൾക്ക് കുറയുമ്പോൾ അവരുടെ ജീവിത ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയും അവൻ്റെ ഫാമിലി മൊത്തം തന്നെ വളരെ ദരിദ്ര രേഖയ്ക്ക് താഴെയായിരിക്കും വരാൻ പോണ ദിനങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം അതിജീവിക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഇതിന് വേണ്ടപ്പെട്ട രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ജനങ്ങൾക്ക് ജീവൻ നിലനിർത്താനും അവരുടെ കുട്ടികളെ സംരക്ഷിക്കാനും ഉള്ള ബാധ്യത സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക ധനസഹായങ്ങൾ കൊടുക്കുകയും അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഉത്തരവാദിത്വം ഫുള്ളായിട്ട് കിടക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് തന്നെയാണ്.